கட்டுக்கடங்காத கூட்டம். அது முறையாக அதை நிர்வகிக்கிறதுக்கான கட்சி தலைமை இதை வந்து சரியாக செய்யாதனால அது குறிப்பிட்ட நேரம், அதை அனுமதி கொடுத்த நேரம் மணி 12 மணி டு 1 மணி. ஆனால் அவர் வந்த நேரம் இங்கே 7 டு 8 அந்த மாதிரி டைம் இருக்கும். அதனால் ஈவினிங் டைம் அதிகமாக கும்பல் அதிகமானதுனால இந்த விபத்துக்கு ஒரு முக்கிய காரணமாக நாங்கள் நினைக்கிறோம். அதில் வந்து முறையான ஒரு பாதுகாப்பு, அந்த கட்சி நிர்வாகிகள் யாரும் இதை சரியான ஒரு கட்டமைப்பு சரியாக இல்லாதனால தான் இந்த பிரச்சனை நடந்திருக்கதான் நாங்கள் நினைக்கிறோம். பாதுகாப்புனா போலீஸ் சரியான பாதுகாப்பு தான் கொடுக்குறாங்க. ஆனால் கட்சிக்காரங்க யாருமே அதை ஒரு ஒழுங்கு பண்ணுற நடவடிக்கையில் யாருமே இல்லாதனால, கும்பல் அதிகமாக இருந்ததுனால இப்படி ஒரு விபத்து ஏற்பட்டிருக்கு. 1 மணிக்கு இங்கே வரும்போது 6-7 மணி இருக்கும். 12:30 மணிக்கு தான் இங்கே பர்மிஷன் கொடுத்துருந்தாங்க. அது 10,000 பேர் கூடுறதா தான் சொல்லி கொடுத்துருந்தாங்க. ஆனால் இப்போ 30,000-40,000 பேர்த்துக்கு மேலே வந்ததா போலீஸ் தரப்புலேருந்து சொல்லியிருக்கிறாங்க. அதனால் கொஞ்சம் கும்பல் அதிகமாக இருந்ததுனால இந்த மாதிரி விபத்து ஏற்பட்டிருக்கிறத சொல்கிறாங்க. ഏകദേശം 6 മണിക്കൂറാണ് ഇവിടെ വന്നവർ പലരും വിജയെ കാത്തു നിന്നത്. കാരണം 12:30യോടുകൂടി ഇവിടെ എത്തുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ എത്തിയില്ല. വൈകിട്ട് 6 മണിയോടുകൂടിയാണ് വിജയ് ഇവിടെ എത്തിയത്. 6:30 കഴിഞ്ഞു എത്തിയപ്പോഴെന്നാണ് പറയുന്നത്. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും ആളുകൾ ഇങ്ങനെ കൂട്ടം കൂടി ഒന്ന് 10,000 പേരുടെ പരിപാടിക്കാണ് അനുമതി നൽകിയത്. പക്ഷേ അതൊക്കെ കഴിഞ്ഞ് അപ്പുറത്തേക്ക് ആളുകൾ പോയി. എന്നാൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകൾ ഏതെങ്കിലും രീതിയിൽ ഈ ക്രൗഡ് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ ക്രൗഡ് മാനേജ് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടായിരുന്നില്ല. അവർക്ക് അതിനെ കഴിഞ്ഞില്ല. അവർ അതിൽ പരാജയപ്പെട്ടു എന്നാണ് ഈ പ്രദേശവാസികളൊക്കെ പറയുന്നത്. അവർക്കൊന്നും തന്നെ ഈ വന്ന ആളുകളെ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളോ കഴിവോ ഉണ്ടായിരുന്നില്ല. നമുക്കിവിടെ നോക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു അപകടത്തിന്റെ ബാക്കി ഏതെങ്കിലും തരത്തിലുള്ള ബാരിക്കേഡുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ആളുകളെ നിയന്ത്രിക്കാൻ ഒരു പരിധിയൊക്കെ കഴിഞ്ഞാൽ പലപ്പോഴും പോലീസും അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകളൊക്കെ തന്നെ നിയന്ത്രിക്കും. ഈ ആളുകൾ വരുന്നതിനൊക്കെ നിയന്ത്രിക്കും. അത് വളരെ അത്യാവശ്യമായൊരു കാര്യമാണ്. ഈ പരിപാടി കാണാൻ പറ്റാതെ മടങ്ങിപ്പോകുന്നവർക്ക് അത് അല്പം നീരസമൊക്കെ ഉണ്ടാകും, പ്രശ്നമൊക്കെ ഉണ്ടാകും എങ്കിലും അങ്ങനെ ഒരു പരിധിക്കപ്പുറം ആളുകൾ കൂടിയാൽ അത് നിയന്ത്രിക്കുന്ന സാഹചര്യം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പല പരിപാടികളിലും കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും പല കലാ സാംസ്കാരിക പരിപാടികളിലൊക്കെ തന്നെ ഇങ്ങനെ നിരവധി ആളുകൾ വരുമ്പോൾ അതൊക്കെ കൺട്രോൾ ചെയ്ത് ഇനി ആളുകൾ കയറണ്ട എന്നൊക്കെ പറയുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ പാലക്കാട് നടന്ന വേടന്റെ പരിപാടിയിലൊക്കെ ആൾക്കാർ അനിയന്ത്രിതമായി വന്നപ്പോൾ സംഘാടകർ ഒരു പരിധി കഴിഞ്ഞപ്പോൾ ആ ഗേറ്റ് അടയ്ക്കുകയും പിന്നീട് കോട്ട മൈതാനത്തേക്ക് ആരെയും കയറ്റാത്ത സാഹചര്യമൊക്കെ ഞാൻ ഓർക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ മടങ്ങിപ്പോകുന്നവർക്കൊക്കെ അല്പം നീരസവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ അത് ഒരു സമൂഹത്തിൻ്റെ കുറേ ആളുകളുടെയൊക്കെ സുരക്ഷയ്ക്കും ജീവനും ഒക്കെ വേണ്ടിയാണ് എന്നുള്ളതാണ് അതിലെടുത്ത് കാണേണ്ടത്. അങ്ങനെ ഉള്ള സംവിധാനങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബാരിക്കേഡുകളൊന്നും തന്നെ നമുക്ക് ഇവിടെ ഈ പ്രദേശത്ത് വന്ന് നോക്കുമ്പോൾ ഒന്നും കാണാൻ കഴിയുന്നില്ല. ഈ തിരക്കിനെ നിയന്ത്രിക്കാൻ ആവശ്യമായ സംഘാടകരും അവിടെ ഉണ്ടായിരുന്നില്ല.